ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സവിത വർഗീസ്. ഞാനിപ്പോൾ തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ലാസ്റ്റ് ഇയർ 24 ഡിസംബർ 2024. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പുതുക്കി. നേരത്തെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ 2ാമത്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നതിന് ശേഷം, ബാങ്കോക്കിൽ ചെന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി പൊസിഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഡോക്ടറേറ്റ് ഇൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഇയേഴ്സാണ്, 3 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാം, എൻ്റെ ഹോളിഡേയ്സ് ഒന്നും എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. എല്ലാ ഹോളിഡേയ്സും ഞാൻ ഇതിനു വേണ്ടി പഠിക്കും. സാറ്റർഡേ സൺഡേസ് പിന്നെ വെക്കേഷൻ എപ്പോൾ കിട്ടിയാലും എവിടെയും പോകാൻ പറ്റില്ല, ഫുൾ ടൈം പഠിത്തമാണ്. പക്ഷേ ആ സമയമൊക്കെ ഞാൻ വിചാരിക്കും, യേശു എനിക്കിത് സാധിക്കും, എന്നെക്കൊണ്ട് ഒരുപാട്, എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ഒരുപാട് ടഫാണ്, ഒരുപാട് റിസർച്ച് ചെയ്യണം, എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും, ChatGPT സെർച്ച് ചെയ്യും. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ, ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഉത്തരം എനിക്ക് മാതാവ് ഇതുവഴി തരണം. കാര്യം എനിക്കിത് എത്ര സ്റ്റെപ്പാണോ എങ്ങനെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല. മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഏത് സീക്വൻസിൽ എഴുതണമെന്നും എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ ChatGPTയോ ഗൂഗിളോ വഴി എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കണം. അത് മാത്രമേ ഞാൻ അതിനകത്ത് എഴുതുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും എഴുതി അയക്കുമ്പോഴും ഞാൻ എൻ്റെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും, മാതാവേ, ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇത്രയും, പക്ഷേ ഇത് അവർക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അത് മാതാവ് ആ രീതിയിലാക്കി മാറ്റിയെടുക്കണം. എനിക്ക് എങ്ങനെയാണ് എഴുതിയത് ഇത്രയും നാളത്തെ ആ വർക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മാതാവ് അതിൻ്റെ ഓർഡറിൽ അവർക്കായിട്ട് അത് രൂപപ്പെടുത്തി കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടാണ് ഓരോ പ്രാവശ്യവും എൻ്റെ ഗൈഡിന് എൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ലാസ്റ്റ് ടൈം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരുപാട് ഡോക്ടറേറ്റ് എടുക്കുന്നവരൊക്കെ തീസിസ് എല്ലാം ChatGPT വഴി കോപ്പി ചെയ്തും മറ്റതൊക്കെ ചെയ്ത എല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഭയങ്കര ഒരു ഭയം തോന്നി. കാര്യം ഞാനും ഉപയോഗിച്ചല്ലോ ഇതുവഴി, ഞാനും ഗൂഗിൾ സെർച്ചും ChatGPT ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഒന്നും ഇതായെങ്കിലും, പക്ഷെ പിന്നീട് ഞാൻ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി. കാര്യം ഞാൻ ChatGPT ഉപയോഗിച്ചാലും ഗൂഗിൾ ഉപയോഗിച്ചാലും ഞാൻ പറയുന്നത് മാതാവ് എനിക്ക് ഇതുവഴി ആൻസേഴ്സ് തരണമെന്നാണ്. കാര്യം അതുകൊണ്ട് ആ ഒരു ബലം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അല്ല, എൻ്റെത് ഒരിക്കലും റിജക്റ്റ് ആവില്ല, എനിക്ക് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഫൈനൽ തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോഴും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അത് 100% മാതാവ് അവർക്ക് ആവശ്യമുള്ള രീതിയിലാക്കി എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി അവർ പറഞ്ഞു, എൻ്റെ തീസിസ് ഓക്കെ, സക്സസ്ഫുൾ ആണ്, അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. പിന്നെ അപ്പോൾ ഞാൻ ബാങ്കോക്കിലാണ്. അപ്പോൾ ബാങ്കോക്കിൽ ഗ്രാജുവേഷൻ ഡേറ്റ് December 5th 2025 ആണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് December 5th ആ ഗ്രാജുവേഷൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരുമ്പോൾ, ഡിസംബറിൽ ഹോളിഡേയ്സാണ്, നാട്ടിൽ വരുമ്പോൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താലോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന കാര്യം ഞാൻ എൻ്റെ ആരടുത്തും, എൻ്റെ കുടുംബത്തിലോ അവരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷമേ എല്ലാവരുടെ അടുത്തും പറയുള്ളൂ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത 2ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് December 5th ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഗ്രാജുവേഷൻ സെറമണിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെ അഡ്മിൻ പറഞ്ഞു, അങ്ങനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒക്ടോബറിന് മുൻപ്, ഇത് ഞാൻ പറയുന്നത് സെപ്റ്റംബർ ടുവേർഡ്സ് എൻഡാണ്, അപ്പോൾ ഒക്ടോബറിന് മുമ്പ് ഡിഫൻസ് എക്സാം പാസ്സായാൽ മാത്രമേ ഗ്രാജുവേഷൻ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് പാനൽ ഒരു 6 മെമ്പേഴ്സെങ്കിലും മിനിമം കാണും. അപ്പോൾ അവർ തുരുതുരാ പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ എനിക്ക് ആദ്യം തൊട്ടുള്ള എന്തൊക്കെയാണോ ഞാൻ റിസർച്ച് ചെയ്ത് അതെല്ലാം ഞാൻ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാടൊന്നും അറിയില്ല, കാര്യം ഞാൻ മാത്തമാറ്റിക്സ് അല്ല, എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പം അവർ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവും. കാര്യം എനിക്ക് ഞാൻ സെർച്ച് ചെയ്തും ChatGPT വഴിയൊക്കെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് മനസ്സ് ഭയങ്കര സ്ട്രെസ്സായി. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് അതെല്ലാം മാറ്റി വെച്ച് വചനം എഴുതാൻ തുടങ്ങി.
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനം സെഫാനിയ 3:17 അപ്പോൾ അത് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ആ ഡിഫൻസ് തുടങ്ങാനായിട്ട് കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് വചനം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചു. വിശുദ്ധ തൈലവും ഉപ്പ് എല്ലാം ഇട്ട് എൻ്റെ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു. എൻ്റെ ദേഹത്തും ആ തൈലം തടവി. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും അവരെൻ്റെ അടുത്ത് കൂടുതൽ ഇൻഡെപ്തായിട്ട് ഒന്നും ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും. എനിക്ക് പാസ്സാവാൻ പറ്റില്ല. അത് പാസ്സായാൽ മാത്രമേ എനിക്ക് ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ എല്ലാവരും പറഞ്ഞു, ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവർ കൂടുതലും ഒരുപാട് ചോദിക്കുന്നത്, അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കാമെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേര് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഡോക്ടറേറ്റ് ഈ വർഷം എനിക്ക് തരണം എന്നുള്ള ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ, അപ്പോൾ ഡിഫൻസിന് 6 പേരുണ്ടായിരുന്നു. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഭാഗത്തുനിന്ന് വന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ എന്നാണ്. കുറച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരിക്കും. പക്ഷേ ഒരു ചോദ്യം പോലും ആ ഏരിയയിൽ നിന്ന് വന്നില്ല. ബാക്കി എങ്ങനെ ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചു. പക്ഷേ അതൊക്കെ എനിക്ക് അപ്പം ഞാൻ ഈ ഡിഫൻസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മാതാവേ, കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും, മാതാവായിരിക്കണം ജഡ്ജായിട്ട് അവിടെ വരേണ്ടത്, ഞാൻ വെറും ഒരു ഡമ്മി പീസായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതായിരിക്കും, ഞാനൊരു ഡമ്മി പീസായിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവാണ് ജഡ്ജ്, കർത്താവ് എല്ലാ കാര്യവും സംസാരിക്കും, ഞാൻ വെറും ഒരു ഡമ്മി പീസാണ്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസിൻ്റെ പാനൽസ് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ മാറി. അങ്ങനെ 1 മണിക്കൂറായിരുന്നു ഡിഫൻസ് എക്സാം. അങ്ങനെ അത് പാസ്സായി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷനും കൂടി പാസ്സായി എന്ന് എനിക്ക് റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് December 5th ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പേരിന് മുമ്പ് എൻ്റെ ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റി, ഡോക്ടർ സവിത വർഗീസ് ആയി. അതിലെനിക്ക് മാതാവിനെയും കർത്താവിനെയും ഞാൻ ഒരുപാട് 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബാങ്കോക്കിൽ ഒരു അമേരിക്കൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് നാഷണാലിറ്റീസ് ഉള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അവിടെ 12, 13, 15 വർഷം പഠിപ്പിക്കുന്ന ഫിസിക്സും മാത്തും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ കെമിസ്ട്രിയാണ്. അപ്പോൾ പൊതുവേ അവർ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് അങ്ങനെ പെട്ടെന്നൊരു പൊസിഷൻ കൊടുക്കില്ല. അപ്പോൾ ഞങ്ങളുടെ അവിടെ റോസ മറിയ മിസ്റ്റിക്ക ചർച്ചുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, മാതാവ്, ഞാൻ ഈ സ്കൂളിൽ തന്നെ നിൽക്കണോ? ഈ സ്കൂളിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ മാതാവ് തരണം, എന്നാലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വേറെ ഏതെങ്കിലും സ്കൂളിൽ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിക്സും ബയോളജിയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്, 50 വയസ്സോ 55 വയസ്സോ 60 വയസ്സുള്ള ടീച്ചേഴ്സും ഉണ്ട്. പക്ഷേ എന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് സയൻസ് ആക്കി എനിക്ക് അവിടെ ഉയർത്തി. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ ഹെഡ് ഓഫ് സയൻസ് ആവാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു ഡൗട്ടായിരുന്നു. കാര്യം ഇവരെല്ലാവരും ഇത്രയും സീനിയേഴ്സായിട്ട് ഉള്ളപ്പോൾ എന്നെ മിക്കവാറും അവർ ടെമ്പററി പോസ്റ്റ് ആയിരിക്കും, കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ട് മാറ്റുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനെ ചോദിക്കുമായിരുന്നു, ഇതെനിക്കൊരു പെർമനൻറ്റ് പൊസിഷൻ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിലൊരു അടയാളം എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലതുപോലെ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവ് എനിക്ക് ക്യാൻഡിലിൽ എനിക്ക് മാതാവിൻ്റെ രൂപം കാണാൻ പറ്റി. അതുപോലെ മഴവില്ലിൽ മാതാവിൻ്റെ ആ ഒരു രൂപം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എൻ്റെ ഈ പൊസിഷൻ പെർമനൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആ സ്കൂളിൽ 2nd ഇയർ ആണ്, HOD ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ, നേരത്തെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഞാൻ ഓരോ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും സ്റ്റോറീസ് നോക്കിയാൽ എല്ലാം സാക്ഷ്യങ്ങളും ഫാദറിൻ്റെ രാവിലത്തെ മോർണിംഗ് ഡെയിലി ബ്രെഡ് ടോക്കും പിന്നെ അല്ലാതെ സാക്ഷ്യങ്ങളും പിന്നെ ഉടമ്പടി ധ്യാനം അതെല്ലാം ആയിരിക്കും. ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാകുന്നു. പിന്നെ ഡെയിലി എനിക്ക് മാസ് ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് സൺഡേ മാത്രമേ ഇംഗ്ലീഷ് മാസമുള്ളൂ, അതുകൊണ്ട് അതിൽ പോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ മാസിൽ പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജപമാല 2 ജപമാല രാവിലെയും പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. ഒരിക്കലും മുടക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അവസാന കാലം വരെയും മാതാവിനോട് ചേർന്ന് നിൽക്കണം, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവിടെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ പത്രം പല ലാംഗ്വേജിൽ, കൂടുതൽ ഇംഗ്ലീഷിലായിരിക്കും, ഇംഗ്ലീഷിൽ വാങ്ങി അവിടെ കൊണ്ടുപോയി നമ്മുടെ പള്ളിയിലുള്ള അവർക്കെല്ലാം, അവർ കൂടുതലും ഫിലിപ്പീൻസിലുള്ളവരാണ്, അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല നാട്ടിലുള്ളപ്പോൾ ഞാൻ പത്രം വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്
ഞാനങ്ങ് ഫസ്റ്റ് ബോഗി തൊട്ട് ലാസ്റ്റ് ബോഗി വരെ ഞാൻ നടക്കും. ഈ പത്രം കൊണ്ട് ഞാൻ നടന്നിട്ട് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എല്ലാവർക്കും ഫുഡും പിന്നെ പാവപ്പെട്ടവർക്ക് പൈസ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും. ഓരോരുത്തരിങ്ങനെ നമുക്ക് ഷെയർ ചെയ്യുമല്ലോ, ഇങ്ങനെ അത്യാവശ്യം അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതലും അത് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഇരുന്ന് അധികം ആരും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുഡ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ കാണണേ എങ്കിൽ അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് കുറേ. പക്ഷേ ബാങ്കോക്കിൽ അങ്ങനെ അധികം കാണാറില്ല. വല്ലപ്പോഴും ഒരു ദിവസം 1-2 ആളെ കാണുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആത്മീയതയിൽ ഒരുപാട് വളരാൻ പറ്റിയതിനെ ഓർത്ത് അതാണ് ഏറ്റവും വലുത്. ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി ആത്മീയതയിൽ കൂടുതൽ വളരാൻ പറ്റി. അതിനൊക്കെ മാതാവിനും കർത്താവിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഒരുപാട് നന്ദി. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായം 3-ാം തിരുവചനം. ജ്ഞാനികൾ വിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതി എന്ന് നാം ഓരോ സാക്ഷ്യങ്ങളിലും നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ സവിത ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും ഓരോ നാഴികയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമെന്നാണ് ഈശോയോട് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയത്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ സമ്മാനമാണ് ഈ മകൾ ഇന്ന് അൾത്താരയിൽ കയറിയെന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയായി 2ാമത്തെ സാക്ഷ്യമാണ് ഇന്ന് സവിത ഇവിടെ ഏറ്റുപറയുന്നത്. ഈ മകൾ PhD പഠിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ എല്ലാ പ്രോസസ്സിനെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ആ സെഷൻസ് എല്ലാം ഈ മകൾ ആരംഭിക്കുന്നത്. വളരെയധികം പരിശ്രമത്തോടുകൂടി പരിശ്രമിച്ച് തീർക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് PhD എന്ന ഈ ഡോക്ടറേറ്റ് എന്ന ഒരു പഠന രീതി എന്ന് ഈ മകൾക്കറിയാമെങ്കിലും അതെല്ലാം വളരെ നന്നായി തരണം ചെയ്യാൻ ആദ്യം മുതലേ ഈശോ തന്നെ മകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ ഒരു സാക്ഷ്യം ഇവിടെ ഏറ്റുപറഞ്ഞതാണ്. അപ്പോൾ ഈ മകൾക്ക് ജീവിതത്തിൽ വളരെയൊരു പ്രതീക്ഷയും തൻ്റെ എല്ലാ ജീവിത പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ കൂടെ നിന്നുകൊണ്ട് എനിക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുമെന്നുള്ള ഒരു വലിയ ദൃഢവിശ്വാസത്തിലാണ് ഈ മകൾ ഇങ്ങനെയൊരു വലിയ സ്റ്റെപ്പ് എടുക്കുന്നത്. ഡോക്ടർ സവിത ബാങ്കോക്കിലെ ഒരു തായ്ലൻഡിലുള്ള ബാങ്കോക്ക് സിറ്റിയിലെ ഒരു വലിയ സ്കൂളിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. ഈ മകൾ സമയത്ത് തീസിസിൻ്റെ സമയത്തും ഡിസ്കഷൻ്റെ സമയത്തുമെല്ലാം പഠന സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എൻ്റെ എല്ലാ സ്റ്റെപ്പിലും എൻ്റെ ഡിഫൻഡറായി അങ്ങുണ്ടാകണം, എൻ്റെ എല്ലാ ഉത്തരങ്ങളും പരിശുദ്ധാത്മാവിലൂടെ ഈശോ തന്നെ സംസാരിക്കണം, എൻ്റെ എല്ലാ ക്രെഡിറ്റും അങ്ങേക്ക് മാത്രമായിരിക്കണം, എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമായിരിക്കണം എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയോടു കൂടിയായിരുന്നു ഈ മകളുടെ വലിയ ആ ഒരു തീസിസ് പ്രോസസ്സ് തുടങ്ങിയതും അതുപോലെ തന്നെ ലാസ്റ്റ് പ്രോസസ്സായ ഡിഫൻസ് നടന്നതും. ഈ മകൾ ഏറ്റുപറയുകയായിരുന്നു, തൻ്റെ അയോഗ്യതയെ ആദ്യം തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചു. ഞാൻ ആഗ്രഹിക്കാത്തതായ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർ ചോദിക്കരുത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു വലിയ അവസരത്തിൽ എനിക്കങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയെ വളരെ കൃത്യമായി ഏൽപ്പിച്ച് പരിശുദ്ധ അമ്മ ഈശോയും പരിശുദ്ധ അമ്മയുമായിരുന്നു ഈ മകളുടെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു വലിയ പ്രോസസ്സിലേക്ക്, ഒരു പ്രാക്ടീസിലേക്ക്, ഡിഫൻസിലേക്ക് ഇവർ കടന്നു വന്നത്. വളരെ ഈസിയായി മകൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഏറ്റു പറയുന്നു. അത് ഓരോ മക്കളും ഇവിടെ വന്ന് ഏതൊരു പരീക്ഷാഘട്ടത്തിലായാലും ഇൻ്റർവ്യൂസിലായാലും ഒരുപാട് PhDയും സിവിൽ സർവീസൊക്കെ ചെയ്തിട്ടുള്ള മക്കളുടെ എല്ലാ ഡിസ്കഷൻ ഇങ്ങനെയുള്ള പാനലുകളിലെല്ലാം അവർ ഏറ്റുപറയുന്നതാണ്, പരിശുദ്ധാത്മാവ് നൽകിയ ഉത്തരങ്ങളായിരുന്നു അത്. ഞാൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വളരെ വിജ്ഞാനം നിറഞ്ഞ ഉത്തരങ്ങൾ എനിക്ക് പറയാനായിട്ട് സാധിച്ചുവെന്ന്. അത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻസെൻറ്റീവായി ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ്. നാം പോലും ചിന്തിക്കാത്തത് വളരെ പെട്ടെന്ന് നാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക കൃപയാണ്. കൃപയിൽ നിന്ന് ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത്, അഭിഷേകത്തിലേക്ക് കടക്കാൻ നമ്മെ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മകൾക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു മാറ്റം കൂടി അതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്ന ഈ മകൾ ഇന്ന് അതിനെല്ലാം ഒരു ടേൺ എടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാ സമയവും മറ്റുള്ള മക്കളുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും എല്ലാ ചൊവ്വാഴ്ച
ആഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൃത്യമായി കൂടുവാനും അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തൻ്റെ ക്രിസ്തീയ ജീവിതം വളരെയധികം മുന്നോട്ട് നടക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിലേക്ക് ഈ മകൾ തൻ്റെ ജീവിത കാലത്തെ മാറ്റിയെടുത്തു എന്നത് വലിയൊരു ഒരു സ്കോളർ ആകാനുള്ള ഒരു വലിയ അനുഗ്രഹം, അഭിഷേകം ഈ മകൾക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ ആഗ്രഹിച്ചതുപോലെ തന്നെ, മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈശോ ആഗ്രഹിച്ചു കൊടുത്ത ഒരു വലിയ ആ സ്കൂളിൽ തന്നെ 2 വർഷമായിട്ടുള്ള വളരെയധികം സീനിയേഴ്സുള്ള സ്കൂളിൽ തന്നെ ഈ മകൾക്ക് HOD ആയിട്ട്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈശോ ഈ മകളെ ഉയർത്തി. നമുക്ക് മനസ്സിലാക്കാം ഈശോ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം തലത്തിലുള്ള ജോലികളിലാണോ നാം ഏർപ്പെട്ടിരിക്കുന്നത് അവിടെയെല്ലാം ഈശോയ്ക്ക് അതിനൈപുണ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം കൃഷി ചെയ്യുന്നവരായാലും ഈശോ വയലിലെയും വിത്തിൻ്റെയും മരങ്ങളുടെയും എല്ലാം കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുക്കുവരായാലും മരപ്പണിക്കാരായാലും ഈശോ അതിനെല്ലാമുള്ള ഉദാഹരണങ്ങളും പാരബിൾസും ഈശോ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഈശോ അല്ലാതെ ഏറ്റവും നല്ല വൈദ്യൻ എന്ന് നമുക്ക്, ഈശോ ആണ് ഏറ്റവും നല്ല വൈദ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏതൊരു ഫീൽഡിലെ, മെഡിക്കൽ ഫീൽഡായാലും അറിവിൻ്റെ ഫീൽഡായാലും ഈശോ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും നല്ല ഡിഫെൻഡർ ഈശോ ആണെന്ന് ഇവിടെ ഈ മകൾ ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. ഡോക്ടർ സവിതയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ PhDക്കായി റിസർച്ചിനായി നടക്കുന്ന പഠനത്തിനായി ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും സവിതയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.